സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചും സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വർധനവ് വരുത്താതെയും സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചു. കിഫ്ബി റോഡുകളിൽ നിന്ന് ചുങ്കം പിരിക്കുമെന്ന സൂചന നൽകുന്ന ബജറ്റിൽ കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ വിമർശനമാണ് ഉള്ളത്. പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടുവെന്നാണ് ബജറ്റ് അവകാശപ്പെടുന്നത്. ക്ഷേമ പെൻഷനിൽ വർധനവില്ല. 3 മാസത്തെ കുടിശ്ശിക ഉടൻ തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ധനഞ്ഞെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ധനഞ്ഞെരുക്കത്തിന്റെ തീക്ഷ്ണത ഗണ്യമായി കുറഞ്ഞു തുടങ്ങിയെന്ന് മാത്രമല്ല, വരും വർഷങ്ങളിൽ ഏറെ മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കും എന്ന കാര്യവും വ്യക്തമായിരിക്കുകയാണ്. സംസ്ഥാനം ധനഞ്ഞെരുക്കം നേരിട്ടപ്പോൾ അത് മറച്ചുപിടിക്കാനല്ല, ജനങ്ങളോട് തുറന്നു പറഞ്ഞ് പരിഹാരം തേടാനാണ് ഈ സർക്കാർ തയ്യാറായത്. ഇപ്പോൾ ധനസ്ഥിതി ഏറെ മെച്ചപ്പെട്ടു എന്ന് പറയുന്നതും തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ബജറ്റിൽ നിരവധി പ്രഖ്യാപനങ്ങളാണ് ഉള്ളത്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡു ഈ മാസം തന്നെ വിതരണം ചെയ്യും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം അനുവദിക്കും. അത് PF-ൽ ലയിപ്പിക്കുകയായിരിക്കും ചെയ്യുക. DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിംഗ് പീരിയഡ് നടപ്പ് സാമ്പത്തിക വർഷം ഒഴിവാക്കും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അത് PF-ൽ ലയിപ്പിക്കുന്നതാണ്. ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിംഗ് പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു.